ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റമദാനിലെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി, അതുപോലെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ സാധാരണ എല്ലാവരും റമദാനൊക്കെ ആകുമ്പം കുറച്ച് ലേറ്റായിട്ടാണല്ലോ കിച്ചണിൽ കയറാറുള്ളത്. അപ്പോൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എണീക്കാറുള്ളത് തന്നെ. വർക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുറത്ത് വന്നപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, കമ്പം പറിക്കേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കമ്പം ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചേച്ചിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ കമ്പം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൻ്റെ പുറത്തുള്ള ജോലിക്കൊക്കെ വരുന്ന ഒരു ചേച്ചിയാണത്. അപ്പോൾ അവരത് പറിച്ചിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ. வேணா அது ஒண்ணும் பண்ணாது, கழிச்சிடலாம். புயங்க வச்சு கழிக்கலாம். இது போல வர்றதுக்கு பாடில்லை. இது வெள்ளம் பொட்டி போய் தாயத்தில் கடந்து. അപ്പോൾ കമ്പം ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറിച്ച് മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ മൂപ്പ് കയറി പോകുമെന്നാണ് അവർ പറയണത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉച്ചയ്ക്ക് വൈകിട്ടുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ കമ്പം കുറച്ച് എടുത്തിട്ട് പുഴുങ്ങാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. മോനക്ക് നല്ല ഇഷ്ടമാണ് കമ്പം. അപ്പോൾ അവനക്ക് കുറച്ചൊന്ന് കൊടുത്ത് പുഴുങ്ങി കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സമയത്താണ് നമുക്കൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അവർ ടൈം ആകുമ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഞാനിവിടെ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇട്ടത്. ഇതിൻ്റെ മുകളിലായിട്ട് ഫോട്ടോ പ്രിൻ്റാണ്. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് ഡെലിവറി ചെയ്യണതിൻ്റെ മുന്നായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സൈഡിലൊക്കെ ആയിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ഡെക്കറേഷനാണ്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോയതിൻ്റെ ശേഷം ഞാനിവിടെ ചിക്കൻ കറിക്കുള്ള അത് കുക്കറിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്നാക്സ് വേണം. സ്നാക്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ എപ്പോൾ നോക്കി കഴിഞ്ഞാലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സുകൾ കാണാം. അപ്പോൾ ഞാനിതിൽ മിസ്സിസ് മലബാറിൽ ഒരു സ്നാക്സ് കണ്ടു കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എന്താ പറയുക, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ കുറച്ച് ചെറുതാക്കി മുറിച്ചിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ മല്ലിയില, പിന്നെ ഒരു ടീസ്പൂണ് മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അതിൽ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗിൻ്റെ കുറച്ച് മിക്സ് ഉണ്ടായിരുന്നു, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. നമ്മൾ നോമ്പിൻ്റെ മുന്നേ തന്നെ ആയിട്ട് കുറച്ച് കൂടുതൽ തേങ്ങ വറുത്ത് വെക്കും. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടായിട്ട് നമ്മൾ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാറാണ് കേട്ടോ. ഞങ്ങൾക്ക് ഡെയിലി വറുത്തരച്ച കറി നിർബന്ധമാണ്, അതുപോലെ പത്തിരി നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായൻ്റെ കറിയാണ്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരപ്പ് ചേർത്തപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണമുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ ഉപ്പേരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വേണം. അഥവാ ഞാനിവിടെ ഇങ്ങനെ പുറത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉപ്പേരിക്കുള്ളത് ഉണ്ടായിരിക്കും അവിടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പപ്പായ പറിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വരുന്ന വഴിയിലായിട്ട് തന്നെയാണ് കുറച്ച് മുളകൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പല ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള മുളകുകളുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് മുളകൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചീനമുളക് സാധാരണയായിട്ട് ഞങ്ങൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണതിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നോമ്പായ കാരണം ചമ്മന്തിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ പച്ചക്കറി എന്തെങ്കിലും കറിയൊക്കെ വെക്കണതിലാണ് ഈ ഒരു ചീനമുളക് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് പറിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറാണല്ലേ. പിന്നെ ചീര ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചീരയും കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ദിവസം ഉപ്പേരിക്ക് പപ്പായ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചീര നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്നതിൻ്റെ ശേഷം വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1 kg റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ട്. ഇത് സ്ക്വയർ കേക്ക് 7 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഡിസൈന് സിമ്പിളായിട്ടുള്ള നോസിൽ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ട് കുറച്ച് ഡെക്കറേഷൻസാണ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നത്. അത് വലിയ സ്റ്റാർ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഷേപ്പിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ക്രീം കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൂസായ ക്രീം കുറച്ചും കൂടി ഒരു തിക്കായി വരുമല്ലേ.
അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടല്ലേ, പെട്ടെന്ന് നമ്മൾ ക്രീമൊക്കെ ലൂസായി പോവുകയാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഈ ഒരു ക്രീം ലൂസായത് കാരണം അധികം ഫിനിഷിംഗ് ആയിട്ട് തോന്നണില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഡെക്കറേഷൻസ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് നൈഫ് വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത്. മുന്നേ ഞാൻ ഈ ഒരു സെയിം ഡെക്കറേഷൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ള. കുറച്ച് ഉൾഭാഗങ്ങളിലായിട്ട് കുറച്ച് പേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഫോണ്ടൻറ്റിൻ്റെ പീസ് എടുത്തിട്ട് അതിലാണ് നെയിം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ സ്നാക്സിനുള്ള ഓരോ പരിപാടികളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മുട്ട ബജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ 2 ഐറ്റംസ് എന്തായാലും ഞങ്ങൾക്ക് നിർബന്ധമാണ്. കാരണം ഞങ്ങൾ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ഉസ്താദ് വരും വീട്ടിൽ. അപ്പോൾ അവർക്ക് കൂടി ഉള്ളത് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും 2 ഐറ്റംസ് നിർബന്ധമാണ്. അപ്പോൾ മുട്ട ബജി ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ബാറ്റർ ഇട്ടിട്ടുണ്ട്. ഇതിൽ ബ്രെഡിൻ്റെ ചെറിയൊരു സ്ലൈസ് ഇട്ടിട്ട് ഡിപ്പ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ക്രംസിലിട്ടിട്ട് കവർ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ അത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ആ ഒരു സമയത്ത് ഫോൺ ഓഫായിപ്പോയി. പിന്നെ ഞാൻ ജ്യൂസായിട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടായിട്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ജ്യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്സ്. അപ്പോൾ എല്ലാം റെഡി ആയി കഴിഞ്ഞതിൻ്റെ ശേഷം ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിയും അതുപോലെ ഡെക്കറേഷനൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്